തദ്ദേശഭരണ രംഗത്ത് അതും പ്രത്യേകിച്ച് ഒരു കോർപ്പറേഷൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നയിക്കുന്ന ഒരാളോട് തന്നെ ചോദിക്കണമല്ലോ. ഡോക്ടർ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കിട്ടിയത് നല്ല കാര്യം, നല്ല വർധനവുണ്ട്, പക്ഷേ ഇനിയും പോരട്ടെ, വേണം എന്ന് പറയുന്നതിൽ ഒരു പോസിറ്റിവിറ്റി ഭയങ്കര കാര്യമാണ്. തദ്ദേശഭരണ മേഖല സാധാരണ ജനങ്ങളുമായി നേരിട്ട് ഓരോ ദിവസവും ഏറ്റവും അധികം ഇടപഴകുന്ന ആളുകളാണ് നിങ്ങൾ. ആരോഗ്യ മേഖലയാകട്ടെ, തദ്ദേശ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ബജറ്റിൻ്റെ ഒരു സമീപനത്തെ ഗായത്രി ശ്രദ്ധിച്ചത് എങ്ങനെയാണ്? നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഒരു കോൺട്രിബ്യൂഷൻ ബഡ്ജറ്റിൽ അത് ഇപ്പോഴും നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഫെഡറൽ സംവിധാനത്തെ ആകെ ബാധിക്കുന്ന തരത്തിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഇനി ഇവർ താഴേക്ക് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മുടെ ടെൻഷൻ. പക്ഷേ LSGIസിനെ സംബന്ധിച്ച് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു സമീപനമാണ് ബഡ്ജറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ കാണേണ്ടുന്നത് 15,980 കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം 775 കോടിയുടെ വർധനവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്നത് എന്നത്. അല്ല, അത് പറയുമ്പോൾ പറയും ഈ അടുത്ത കാലത്ത് വെട്ടിക്കുറവ് വരുത്തിയിട്ടല്ലേ ഈ വർധന നടത്തിയെന്ന് അപ്പുറത്ത് പറയുകയും ചെയ്യും. ഇപ്പൊ നേരത്തെ അത് പ്രൊഫസർ രാംകുമാർ പറഞ്ഞതിന്റെ ഒരു കാര്യം കൂടി നമ്മൾ എടുക്കേണ്ടത് ഇപ്പോഴത്തെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത് പറയേണ്ടത് എന്നതാണ്. ഇപ്പോൾ മിനിസ്റ്റർ തന്നെ സൂചിപ്പിച്ചു 20% ആ കോൺട്രിബ്യൂഷൻ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കേരള സംസ്ഥാനം നടത്തുന്നത് എന്നത്. ഇപ്പോൾ LSGIs എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ ഇപ്പോൾ ഞാനൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നഗരപ്രദേശത്തുള്ള ആളായതുകൊണ്ടായിരിക്കാം മിനിസ്റ്റർ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിൽ, അതായത് നമ്മളൊരു കുതിപ്പ് നമ്മുടെ സാമ്പത്തിക ശേഷിയിൽ വരുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ അർബൻ സ്പേസസിന് വലിയ കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഉണ്ട്. അപ്പോൾ ആ അർബൻ സ്പേസസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മെട്രോപൊളിറ്റൻ പ്ലാനിൻ്റെ കാര്യം മിനിസ്റ്റർ സൂചിപ്പിച്ചു. അപ്പോൾ ഏതെങ്കിലും 3 നഗരങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്താണെങ്കിൽ പോലും അത് പൊതുവായി ബാധിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കാണണം. ഏറ്റവും ഇപ്പോൾ കേരളത്തിന് ചില സമ്പത്ത് കേരളത്തിന് ചില ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ നിഷേധിക്കപ്പെടുമ്പോൾ പറയുന്നത് കേരളത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് അതൊരു കാരണമായി പറയാറുണ്ട്. നഗരങ്ങളുടെ വളർച്ച ഉണ്ട് എന്നതുകൊണ്ട് നഗരങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ്റെ ആവശ്യമില്ല എന്നൊരു സമീപനം ബഡ്ജറ്റ് എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായി ഞങ്ങൾ കാണുന്നത്. നഗരവാസികളെ നന്നായി ഭരിക്കാൻ കഴിയുന്ന ഒരു ബജറ്റ് സപ്പോർട്ടുണ്ട്. നഗരവാസികൾക്ക് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട് അത് കണക്കിലെടുത്തിട്ടുണ്ട്. ഒരു കാലത്തിലൂടെയാണ് കേരളം പോകുന്നതെന്നുള്ള 70% നമ്മൾ എത്തും 2030 അർബൺ ആവും നമ്മളെന്ന് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ ഗായത്രിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിന്നുള്ള മെമ്പറാണല്ലോ. അപ്പോൾ വിഴിഞ്ഞത്തിൽ നിന്ന് പുനലൂർ കൊല്ലം വഴി ഒരു ഗ്രോത്ത് ട്രയാങ്കിൾ ഉണ്ടാക്കുമെന്ന് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സന്തോഷം കാണുന്നുണ്ടോ? അത് കേട്ടു അല്ലേ? അപ്പൊ പിന്നെ നേരെ കൊല്ലത്തേക്കാ പോകേണ്ടത്. ചിന്താചരം ഭയങ്കര ഹാപ്പിയാണ്.